wonderful name of our Lord and Savior Jesus Christ. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്നേഹവന്ദനം. It's a great blessing to be together again. നാം ഒരുമിച്ച് ആയിരിക്കുന്നത് ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട സമയമാണ്. What a joy to be sitting at the feet of Jesus Christ. യേശു കർത്താവിന്റെ പാദപീഠങ്ങളിൽ ഇരിക്കുന്നത് എത്ര വലിയ ആനന്ദം നൽകുന്ന കാര്യമാണ്. There is no place better than being in the presence of God. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുന്നതിനേക്കാൾ നല്ലൊരു സ്ഥലം മറ്റെങ്ങുമില്ല. As I always say, this is the day that the Lord has made and we will rejoice. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ഇത് യഹോവയുണ്ടാക്കിയ ദിവസമാകുന്നു, ആകയാൽ നാം ആനന്ദിച്ച് സന്തോഷിക്കുക. Believe that today God is going to turn all your defeats into success. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ സകല പരാജയങ്ങളെയും ദൈവം വിജയമാക്കി തീർക്കുവാൻ പോകുകയാണ്. Every sickness will turn into healing in the name of Jesus. സകല രോഗങ്ങളും സൗഖ്യമായി തീരുകയാണ് യേശുവിൻ നാമത്തിൽ. Those things that are impossible for you will become possible in the name of Jesus. നിങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന സകല കാര്യങ്ങളും യേശു ക്രിസ്തുവിൻ നാമത്തിൽ സാധ്യമായി തീരുകയാണ്. Today is our day. ഇന്ന് നമ്മുടെ ദിവസമാകുന്നു. Thank you for coming into Jesus Family program. ഈ ജീസസ് ഫാമിലിയിൽ ആയിരിക്കുന്നതിനായി ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. We love you. ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. And we pray for you regularly. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുന്നു. If you have any prayer request, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ write to us. ഞങ്ങൾക്ക് എഴുതുക. Or call to us on these numbers. ഈ താഴെ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. We will pray for you. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. We will pray specifically for you and we will pray that God will answer your prayer. അത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കും. ദൈവം അതിന് ഉത്തരം നൽകുക തന്നെ ചെയ്യും. Thank you very much for loving Indian Evangelical Team. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിനോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിന് പ്രത്യേകമായി നന്ദി പറയുന്നു. Your prayers and your generosity has helped us to reach hundreds and thousands of people with the love of Jesus Christ. നിങ്ങളുടെ സ്നേഹവും സഹകരണവും മുഖാന്തരം അനേകായിരങ്ങളെ കർത്താവിന്റെ സ്നേഹത്താൽ സ്പർശിക്കുവാൻ ദൈവം ഇടയാക്കുന്നു. Hundreds and thousands have received a smile on their face. നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളുടെ മുഖത്ത് പുഞ്ചിരി വിരിയുവാൻ അത് കാരണമാകുന്നു. Let's partner together. Let's work together to bring eternal life into the life of many people. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം, അങ്ങനെ അനേകരെ നിത്യതയിലേക്ക് കൊണ്ടെത്തിക്കാം. Today I want to share with you something that God has put in my heart. എന്റെ ഹൃദയത്തിൽ നൽകിയ ചില ചിന്തകൾ ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ഞാൻ I ആഗ്രഹിക്കുന്നു. want you to listen very carefully. നിങ്ങൾ എന്റെ വാക്കുകളെ ശ്രദ്ധിച്ചാൽ, If you have a pen and paper, write it down. നിങ്ങളുടെ പക്കൽ പേപ്പറും പേനയും ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക. This message will change your life. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Today you might be in lot of problems. ഇന്ന് നിങ്ങൾ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുകയായിരിക്കാം. You might be without a destination. നിങ്ങൾക്ക് ഒരു ലക്ഷ്യം ഇല്ലാതെ നിങ്ങൾ സഞ്ചരിക്കുകയാകാം. You might have lost everything and you might be defeated today. നിങ്ങൾക്ക് സകലവും നഷ്ടപ്പെട്ടിരിക്കാം. നിങ്ങൾ ഒരു പരാജിതനായിരിക്കാം. You might not be seeing answer to your prayers. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ ഒരു മറുപടി കാണുന്നില്ലായിരിക്കാം. But here is a message for you. എന്നാൽ ഇന്ന് നിങ്ങൾക്കുള്ള സന്ദേശമാണിത്. This message will bring a transformation. നിങ്ങളുടെ ജീവിതത്തിൽ ഈ സന്ദേശം ഒരു രൂപാന്തരം വരുത്തും. Turn with me to the book of Judges chapter 13. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം നമുക്ക് എടുക്കാം. One of the most famous stories of the Bible. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്ന്. We learned it when we were in Sunday school. നാം സൺഡേ സ്കൂളിലായിരുന്ന സമയത്ത് നാം ഇത് പഠിച്ചിട്ടുണ്ട്. We have heard from many people about this young and able man. ഈ യൗവനക്കാരനായ ശക്തനായ ചെറുപ്പക്കാരനെ കുറിച്ച് അനേകം പേർ പ്രസംഗിച്ച് നാം കേട്ടിട്ടുണ്ട്. We are going to learn about the life of Samson. നാം ഇന്ന് ശിംശോന്റെ ജീവിതത്തെ കുറിച്ച് പഠിക്കുവാൻ പോകുകയാണ്. But before we learn about Samson, എന്നാൽ ശിംശോനെ കുറിച്ച് നാം പഠിക്കുന്നതിന് മുൻപ് let us look into the previous chapter on the birth of Samson. അതിനു മുൻപുള്ള അധ്യായത്തിൽ ശിംശോന്റെ ജനനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. Judges chapter 14 onwards we read about the acts of Samson. 14-ാം അധ്യായം തുടങ്ങി ശിംശോന്റെ പ്രവർത്തികളെക്കുറിച്ചാണ് നാം വായിക്കുന്നത്. And the last few verses of chapter 13 talks about the birth of Samson. 13-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ ശിംശോന്റെ ജനനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. But today we are going to look very importantly into Judges chapter 13. ഇന്ന് നാം പ്രത്യേകമായിട്ടും 13-ാം അധ്യായത്തിൽ നിന്ന് ചിന്തിക്കുവാനായിട്ട് Verse ആഗ്രഹിക്കുകയാണ്. 1 says like this. അതിന്റെ 1-ാം വാക്യം ഇങ്ങനെ Again പറയുന്നു. the children of Israel did evil in the sight of the Lord. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. If we will read the book of Judges very carefully, we will find one thing, that many times and again the children of Israel did things that did not please God.
നാം ന്യായാധിപന്മാരുടെ പുസ്തകം ശ്രദ്ധയോടെ പഠിക്കുകയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. പല പ്രാവശ്യവും ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് പിതാവാം ദൈവത്തിന് അനിഷ്ടമായുള്ളത് ചെയ്തിരിക്കുന്നു. They have seen the miracles and the deliverance of God many times in their life. അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് വളർന്നവരാണ്. They have heard from their ancestors how God brought them out of the slavery of Egypt. അവരുടെ പിതാക്കന്മാരിൽ നിന്നും എങ്ങനെയാണ് ഈജിപ്തിൽ നിന്ന് അവര് രക്ഷപ്പെട്ടു വന്നത് എന്നതിനെ കുറിച്ച് അവർ കേട്ടിട്ടുണ്ട്. How God has miraculously saved them from those 10 plagues when they were living in Egypt. അവര് ഈജിപ്തിൽ മിസ്രൈമിൽ താമസിക്കുന്ന സമയത്ത് 10 ബാധകളിൽ നിന്നും അവർ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് അവർ കേട്ടിട്ടുണ്ട്. They have heard from their ancestors, from their forefather, how God split the Red Sea for them. അവരുടെ പിതാക്കന്മാരിൽ നിന്നും എങ്ങനെയാണ് ചെങ്കടൽ പിളർന്ന് അവർക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം വഴിയൊരുക്കിയതെന്ന് അവർ കേട്ടിട്ടുണ്ട്. They have heard about how God has provided food in the desert, how God provided water in the desert. അവരുടെ പിതാക്കന്മാരിൽ നിന്നും മരുഭൂമിയിൽ എങ്ങനെയാണ് അവർക്ക് ഭക്ഷണം ഒരുക്കിയതെന്നും പാറയിൽ നിന്ന് എങ്ങനെയാണ് അവർക്ക് വെള്ളം ലഭിച്ചതെന്നും കേട്ടിട്ടുണ്ട്. They have also heard the stories from their forefathers that God turned the bitter water into sweet, and God stood like the pillar of cloud and pillar of fire for their forefathers when they were walking through the deserts. മാറയെ മധുരമാക്കിയതും രാത്രിയിൽ അഗ്നിത്തൂണായും പകൽ മേഘസ്തംഭമായും യഹോവയാം ദൈവം കൂടെ ഇരുന്ന് അവരെ വഴി നടത്തിയതും അവരവരുടെ പൂർവ്വ പിതാക്കന്മാരിൽ നിന്നും കേട്ടിട്ടുണ്ട്. They have heard about the great and the supernatural work of God. ദൈവത്തിന്റെ അസാധാരണമായ ദൈവപ്രവർത്തികളെ കുറിച്ച് അവർ ധാരാളം കേട്ടിട്ടുണ്ട്. But at times, they ran away from God, they ran away from the presence of God, and they started doing things that were evil in the presence of God. എന്നാൽ ഇപ്പോൾ നാം കാണുന്നത് അവർ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്ന ദൈവത്തിന് അനിഷ്ടമായുള്ളത് ചെയ്തിരിക്കുന്നതായിട്ടും കാണുന്നു. Even in the book of Judges, we read many places they did evil in the sight of God, and God delivered them into the hands of the enemy. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പല പ്രാവശ്യവും നാം കാണുന്നു അവർ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു, അപ്പോൾ അവർ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടതായി. Number one, they never learned from what God had done for their forefathers and ancestors. അവരുടെ പൂർവ്വപിതാക്കന്മാർക്കായി യഹോവയാം ദൈവം ചെയ്തത് എന്താണെന്ന് അവര് ഓർത്തില്ല. They were not grateful to God. അവർ ദൈവത്തോട് They നന്ദിയുള്ളവരായിരുന്നില്ല. were not thankful to God. അവർ ദൈവത്തോട് നന്ദിയുണ്ടായിരുന്നില്ല. And more than that, they forgot what God did with them when they did evil and God put them in slavery. അവര് പലപ്പോഴും അവർ ദൈവത്തിന് അനിഷ്ടമായുള്ളത് ചെയ്തപ്പോൾ അവര് അടിമത്വത്തിലേക്ക് നയിക്കപ്പെട്ടു. But now here we see again the children of Israel are under bondage. എന്നാൽ ഇവിടെ നാം കാണുന്നത് പിന്നെയും അവർ അടിമത്വത്തിലേക്ക് പിടിക്കപ്പെട്ടതായിട്ടാണ്. My Bible starts with again. Chapter 13 starts with the first word again. പിന്നെയും എന്ന് തുടങ്ങിയിട്ടാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം തുടങ്ങുന്നത്. What does again mean? പിന്നെയും എന്നതുകൊണ്ട് എന്താണ് That അർത്ഥമാക്കുന്നത്? means they have done this even before. അതായത് ഇക്കാര്യം അവർ മുൻപും ചെയ്തിട്ടുണ്ട്. If we read Judges chapter 6, we read the same thing. The children of Israel did evil in the sight of God, and God gave them under the Midianites for 7 years. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നു അവർ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു, അത് മുഖാന്തരം അവർ മിദ്യാന്യരുടെ പക്കൽ ഏൽപ്പിക്കപ്പെട്ടുവെന്ന്. Am I talking to you today? അതെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. You have seen the miraculous power of God in your life many times. നിങ്ങളുടെ ജീവിതത്തിലും ദൈവത്തിന്റെ അത്ഭുതകരമായ ദൈവപ്രവൃത്തിയെക്കുറിച്ച് നിങ്ങൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. How God has delivered you from troubles and crises in past. കഴിഞ്ഞ കാലങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ എങ്ങനെയാണ് രക്ഷിച്ചു പുറത്തു കൊണ്ടുവന്നത്? You have heard from your ancestors, you have heard from your parents, your grandparents, how God has faithfully led them. നിങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, പിതാക്കന്മാരിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങളെ ദൈവം വിടുവിച്ച് ഇത്രത്തോളം കൊണ്ടുവന്നതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. But have we lost our connection with God today? എന്നാൽ ഇന്ന് ആ ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? Have we been doing things that are not pleasing God? ദൈവത്തിന് അനിഷ്ടമായുള്ള കാര്യങ്ങൾ ഇന്ന് നാം ചെയ്യുന്നുണ്ടോ? Are we walking away from the will of God? ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരോധമായിട്ടാണോ നാം സഞ്ചരിക്കുന്നത്? The Bible says again they did evil in the sight of God. വേദപുസ്തകം പറയുന്നു പിന്നെയും അവർ
അവർ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. It is my desire that we come to Jesus and we do not sin again and again and do not allow the presence of God to walk away from our life. ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെയും നാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരികയും ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യുകയും അവന്റെ വചനപ്രകാരം നാം നടക്കുകയും ചെയ്യുക. Here the children of Israel did evil in the sight of God. ഇവിടെ നാം കാണുന്ന ഇസ്രായേൽ മക്കൾ ദൈവത്തിന് അനിഷ്ടമായുള്ളത് ചെയ്തു. And as a result, what happened? അതിന്റെ ഫലമായിട്ട് എന്താണ് The സംഭവിച്ചത്? Bible says the Lord delivered them into the hands of Philistines for 40 years. വേദപുസ്തകം പറയുന്നു യഹോവ അവരെ 40 സംവത്സരത്തോളം ഫെലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. The Philistines did not come and overtake them. ഫെലിസ്ത്യർ അവരെ വന്ന് കവർന്നെടുക്കുകയായിരുന്നില്ല. No, the Philistines would never have the power to superpower the people of Israel. ഇസ്രായേൽ മക്കളുടെ മേൽ അധികാരം ചുമത്തുവാൻ തക്കവണ്ണം ഫെലിസ്ത്യർ അത്ര ശക്തരായിരുന്നില്ല. They could have never taken the people of Israel into captivity if God would not have allowed. ദൈവം അനുവദിച്ചില്ലായിരുന്നെങ്കിൽ ഇസ്രായേൽ മക്കളെ അടിമത്തത്തിലേക്ക് പിടിച്ചുകൊണ്ടു പോകുവാൻ ഫെലിസ്ത്യർക്ക് കഴിയുമായിരുന്നില്ല. Because Israel is a chosen generation. കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്. The presence of God walked with them. അവരോടൊപ്പം ദൈവത്തിന്റെ സാന്നിധ്യം നടക്കുന്നു. No enemy could ever touch the people of Israel. ഇസ്രായേൽ മക്കളെ തൊടുവാൻ ഒരു ശത്രുവിനും ഒരിക്കലും കഴിയുകയില്ല. But here God himself is allowing the enemy to overpower and take Israel into captivity. എന്നാൽ ഇവിടെ ശത്രുവിനെ യഹോവയാം ദൈവം അവരെ പിടിക്കുവാൻ തക്കവണ്ണം അനുവദിക്കുകയാണ്. What am I trying to tell you today? ഇന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ എന്താണ് ആഗ്രഹിക്കുന്നത്? The children of Israel opened the door of captivity so that the Philistine would come and take them into captivity. ഇസ്രായേൽ മക്കൾ അവരെ പിടിക്കുവാൻ തക്കവണ്ണമുള്ള വാതിൽ തുറന്നു കൊടുക്കുകയും ശത്രു അവരെ പിടിക്കുകയും ചെയ്തു. Many times that is what happens with us. നമ്മുടെ ജീവിതത്തിലും പല പ്രാവശ്യവും ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. Knowingly or unknowingly we open the door for the enemy to walk into our life, walk into our family and take us and take everything that belongs to us into captivity. അറിഞ്ഞോ അറിയാതെയോ നാം ശത്രുവിനായിട്ട് നമ്മുടെ വാതിൽ തുറന്നു കൊടുക്കുകയും നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് അവൻ പ്രവേശിക്കുകയും നമുക്ക് സ്വന്തമായിട്ടുള്ളത് അവൻ കവർന്നെടുക്കുകയും ചെയ്യുന്നു. When we do things that doesn't please God, അങ്ങനെ നാം ചെയ്യുമ്പോൾ അത് ദൈവത്തെ സന്തോഷിപ്പിക്കുന്നില്ല. when we do things that doesn't please God, നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് ദൈവത്തിന് പ്രസാദകരമാകയില്ല. what happens? എന്താണ് സംഭവിക്കുന്നത്? We open the door for the enemy to come in. നാം ശത്രുവിന് കയറുവാൻ തക്കവണ്ണം നമ്മുടെ വാതിൽ തുറന്നു കൊടുക്കുകയാണ്. We give him the authority to attack our health, attack our finance, you name it, whatever. We give the enemy open door. നാം നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം ഒക്കെയും കവർന്നെടുക്കുവാൻ തക്കവണ്ണം ശത്രുവിന് വേണ്ടി നാം നമ്മുടെ വാതിൽ തുറന്നിട്ട് കൊടുക്കുകയാണ്. I remember a family that I met maybe 10-12 years back. 10-12 വർഷങ്ങൾക്ക് മുൻപ് എന്നെ കണ്ട ഒരു കുടുംബത്തെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു. This happened in the state of Madhya Pradesh. മധ്യപ്രദേശിലാണ് ഈ സംഭവം നടക്കുന്നത്. When I went to this family, everybody, they shared a story with me. ഞാൻ അവരെ കാണുമ്പോൾ അവരെന്നോട് ഈ സംഭവം പറയുവാനിടയായി. With tears in his eyes, the father shared this story. ആ പിതാവിന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ഈ സംഭവം എന്നോട് പറയുമ്പോൾ. He said, Pastor, in my family, every year in a particular season, somebody dies. ആ പിതാവ് ഇങ്ങനെ പറഞ്ഞു, ഈ എല്ലാ വർഷവും ഒരു പ്രത്യേക സമയമാകുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ മരിക്കുന്നു. One death every year. എല്ലാ വർഷവും ഓരോ വർഷവും ഓരോരുത്തർ മരിക്കുന്നു. And all the deaths are untimely. ആ മരണം സംഭവിക്കുന്നതൊക്കെയും അകാലത്തിലാണ്. Nobody dies in old age. Every young people of my family are dying. പ്രായമായിട്ടല്ല അവർ പലരും മരിക്കുന്നത്, അവർ യൗവനക്കാരായിരിക്കുമ്പോഴാണ്. We have tried everything but it doesn't stop. Death is always visiting us. ഞങ്ങൾ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്തു, പക്ഷേ എന്നാലും മരണം ഞങ്ങളെ തേടിയെത്തുകയാണ്. I understood there is a curse or there is a slavery in this house. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ശാപങ്ങൾ അവരെ പിന്തുടരുന്നതായി. They have opened the door for the angel of death to enter into their house. മരണത്തിന്റെ ദൂതൻ പ്രവേശിക്കുന്നതിനായി അവരുടെ കുടുംബത്തിൽ, അവരുടെ ഭവനം അവർ തുറന്നിട്ടിരിക്കുന്നതായി എനിക്ക് മനസ്സിലായി. I started talking to them. ഞാൻ അവരോട് സംസാരിക്കുവാൻ We തുടങ്ങി. found out that something was happening in their family which was unpleasing God. അത് ദൈവത്തിന് അനിഷ്ടമായുള്ള ചില കാര്യങ്ങൾ അവരുടെ കുടുംബത്തിൽ നടക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. We started praying. ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ They തുടങ്ങി. confessed their mistake. അവരുടെ തെറ്റുകളെ
തെറ്റുകളെക്കുറിച്ച് അവരെ ഏറ്റുപറയുവാൻ തുടങ്ങി. They repented. അവരെ പശ്ചാത്തപിച്ചു. We covered the house and the entire family, every member in the blood of Jesus Christ. യേശു കർത്താവിൽ രക്തത്താൽ പൊതിഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. And you know what happened? എന്തു സംഭവിച്ചെന്നറിയാമോ? As they accepted Jesus as their personal savior, യേശു കർത്താവിനെ അവരുടെ സ്വന്തം രക്ഷിതായി അവർ സ്വീകരിച്ചു as കഴിഞ്ഞപ്പോൾ, they decided not to do anything that doesn't please God and to walk a righteous life, ദൈവത്തിന് പ്രസാദകരമല്ലാത്ത കാര്യങ്ങൾ ഇനി ചെയ്യുകയില്ല എന്ന് അവർ തീരുമാനിക്കുകയും നീതിയോടെ അവർ നടക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തപ്പോൾ, no death happened in their life, in their family for many years. വർഷങ്ങളോളം അവരുടെ കുടുംബത്തിൽ പിന്നീട് മരണം വരികയുണ്ടായി. Since then till today there has been no untimely death in that family. ഇന്നുവരെയും അവരുടെ കുടുംബത്തിൽ അകാലത്തിലുള്ള മരണം സംഭവിക്കുന്നില്ല. What am I trying to tell you? ഞാൻ നിങ്ങളോട് പറയുവാൻ എന്താണ് ആഗ്രഹിക്കുന്നത്? If there is any door that we have opened for the slavery or bondage to enter our house, today we got to come into the presence of God and we got to say, Lord, I am sorry, I repent, and let us chase the enemy out of our life. ഏതെങ്കിലും തരത്തിലുള്ള അടിമത്തം നമ്മെ പിന്തുടരുവാനായി നാം വാതിൽ തുറന്നിട്ട് കൊടുക്കുന്നുവെങ്കിൽ ഇന്ന് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി അടിയനങ്ങൾ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുക. The Philistines were ruling Israel for 40 long years. നാം ഇവിടെ കാണുന്നത് ഫെലിസ്ത്യർ ഏതാണ്ട് 40 നീണ്ട വർഷത്തോളം അവരെ ഭരിക്കുവാനിടയായി. 40 is not a small number of years, my friends. അത് എൻ്റെ സ്നേഹിതരെ, 40 വർഷം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവല്ല. For 40 years they were living in bondage and captivity. അത് 40 വർഷം അവര് അടിമത്തത്തിൽ ജീവിക്കുകയാണ്. And 40 years denotes an entire generation. 40 വർഷം ആ തലമുറ മുഴുവനും. That means the entire generation lived under slavery. അതായത് ആ തലമുറ മുഴുവനും അടിമത്തത്തിൽ ജീവിക്കുകയാണ്. The life is not worth living under bondage. ഒരു അടിമത്തത്തിൽ താമസിക്കുന്നത് ഒരിക്കലും സുഖകരമായിട്ടുള്ള കാര്യമല്ല. You are not called to die in bondage. അതെ, നാം അടിമത്തത്തിൽ മരിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരല്ല. You are not called to live permanently under some kind of slavery. ഏതെങ്കിലും തരത്തിലുള്ള അടിമത്തത്തിൽ ജീവിക്കുവാനായി വിളിക്കപ്പെട്ടവരുമല്ല. If we will call to God, അതെ, നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നുവെങ്കിൽ God will bring a deliverance into our life. നമ്മുടെ ജീവിതത്തിൽ ദൈവം വിടുതലുകളെ നൽകും. And now what happens in Judges chapter 13? 13-ാം അധ്യായത്തിൽ പിന്നീട് നാം കാണുന്നത് എന്താണ്? Verse 2 says like this. രണ്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ Now വായിക്കുന്നു. there was a certain man from a town called Zorah. ദാൻ ഗോത്രത്തിലുള്ളവനായി സോരാത്യനായ ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. He was from the family of Dan and his name was Manoah. അവന് മനോഹ എന്ന പേരാകുന്നു. And now it says about his wife that she was barren and had no children. അവന്റെ ഭാര്യ മച്ചിയായിരുന്നു, അവൾ പ്രസവിച്ചിരുന്നില്ല എന്ന് എഴുതിയിരിക്കുന്നു. We see three things in this one verse. ഈ വാക്യത്തിൽ നാം 3 കാര്യങ്ങൾ കാണുന്നു. Number one, there was a man whose name was Manoah. അവിടെ മനോഹ എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. And he was from the tribe of Dan. അവൻ ദാൻ ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു. And number 3, his wife was barren and had no children. മൂന്നാമതായിട്ട് അവന്റെ ഭാര്യ മച്ചിയായിരുന്നു, അവൾക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല. I want us to study a little bit about this one verse. ഈ വാക്യത്തെക്കുറിച്ച് അല്പം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. Now there is a man whose name is Manoah. അവിടെയുള്ള മനുഷ്യന്റെ പേരാണ് മനോഹ. He is living in a town called Zorah. അവൻ താമസിക്കുന്ന പട്ടണത്തിന്റെ പേരാണ് സോര. And Manoah is living a miserable life. അവന് പ്രയാസത്തിൽ കൂടെ കടന്നു പോകുകയാണ്. Why is he living a miserable life? എന്തുകൊണ്ടാണ് അവന്റെ ജീവിതം ദുഷ്കരമായിരിക്കുന്നത്? There is no hope, there is no joy, there is no laughter in his life. അവന്റെ ജീവിതത്തിൽ ഒരു സന്തോഷമോ പ്രത്യാശയോ അവന് കാണുന്നില്ല. No peace in his life. അവന്റെ ജീവിതത്തിൽ സമാധാനമില്ല. What is the reason? എന്താണ് കാരണം? Number one, he is living a life of slavery. ഒന്നാമതായിട്ട് അവൻ താമസിക്കുന്നത് അടിമത്തത്തിലാണ്. He is living under the bondage of the Philistines. അവൻ താമസിക്കുന്നത് ഫെലിസ്ത്യരുടെ അടിമത്തത്തിന് കീഴിലാണ്. He's like a very hard labor right now. ഇപ്പോൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഠിനമേറിയ ജോലിയാണ്. Maybe he is considered as a second class citizen by the Philistines. ഒരുപക്ഷെ അവർ പരിഗണിക്കപ്പെടുന്നത് രണ്ടാം തരം പൗരന്മാരായിട്ടാണ്. They had no respect, they had no freedom. അവിടെ അവർക്ക് യാതൊരു തരത്തിലുള്ള ആദരവില്ല, അവർക്ക് സ്വാതന്ത്ര്യമില്ല. Number 2, Manoah was living in a town called Zorah. രണ്ടാമതായിട്ട് മനോഹ താമസിക്കുന്നത് സോരാമിലാണ്. And Zorah means leprosy. സോര എന്ന വാക്കിന്റെ അർത്ഥം കുഷ്ഠരോഗം എന്നാണ്. This town was known as a town of leprosy. ഈ പട്ടണം അറിയപ്പെടുന്നത് കുഷ്ഠരോഗികളുടെ പട്ടണം എന്നാണ്. You know, in the olden days, if a town was given a name, it was given with a purpose or because of some history. പഴയ കാലത്ത് ഒരു പേര് ഒരു പട്ടണത്തിന് നൽകിയെങ്കിൽ ആ
പട്ടണത്തിന്റെ ചരിത്ര മുഖാന്തരമാണ് അത്തരത്തിലുള്ള ഒരു പേര് So നൽകിയിരിക്കുന്നത്. why was this town known as Zorah? എന്തുകൊണ്ടാണ് ഈ പട്ടണം സോരാബ് എന്ന് അറിയപ്പെട്ടത്? Maybe it was a cursed town. ഒരുപക്ഷെ ഒരു ശപിക്കപ്പെട്ട പട്ടണമായിരിക്കാം Because ഇത്. in the Old Testament times, leprosy represented curse. പഴയ നിയമകാലത്ത് കുഷ്ഠരോഗം എന്നത് ഒരു ശാപത്തിന്റെ പ്രതീകമായി കണ്ടിരുന്നു. Anybody who had leprosy was excommunicated. എപ്പോഴെല്ലാം കുഷ്ഠരോഗിയായി പരിഗണിക്കപ്പെടുന്നുവോ അപ്പോഴെല്ലാം അവര് സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരുന്നു. Whether be it a king or be it a normal citizen, anybody, if they had leprosy, they were excommunicated and they could never live in that village. രാജാവായിക്കൊള്ളട്ടെ സാധാരണ പൗരനായിക്കൊള്ളട്ടെ ഒരാൾ കുഷ്ഠരോഗിയായി അറിയപ്പെട്ടാൽ അവനെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുമായിരുന്നു. Nobody wants to do anything with them. അവരുമായിട്ട് സഹകരിക്കുവാൻ ആരും തയ്യാറായിരുന്നില്ല. They were known as cursed people. അവർ ശപിക്കപ്പെട്ടവരായി They പരിഗണിക്കപ്പെട്ടിരുന്നു. would never be invited into any functions or into any celebration. ഏതെങ്കിലും തരത്തിലുള്ള ആഘോഷങ്ങളിൽ അവർക്ക് പങ്കെടുക്കുവാനായി അവരെ ക്ഷണിച്ചിരുന്നില്ല. So probably this town was also excommunicated from rest of the Israelites. അതെ, ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ള ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ഈ പട്ടണം ഒരു ശപിക്കപ്പെട്ട പട്ടണമായിരുന്നു. Probably nobody gave their daughters in marriage to that people from Zorah, or nobody took daughters from Zorah into their family. ഒരുപക്ഷെ സോരാമിലുള്ള ആളുകളുമായിട്ട് വിവാഹ ബന്ധത്തിന് മറ്റുള്ള ഇസ്രായേൽ മക്കൾ തയ്യാറായിരുന്നില്ല. There was no fellowship among the people of Israelites with the people of Zorah. ഒരുപക്ഷെ മറ്റുള്ള ഇസ്രായേൽ മക്കൾക്ക് സോരാമിലുള്ള ആളുകളുമായിട്ട് യാതൊരു തരത്തിലുള്ള കൂട്ടായ്മ ബന്ധവും ഉണ്ടായിരുന്നില്ല. It was known as a town of curse. അതെ, ഈ പട്ടണം അറിയപ്പെട്ടത് ഒരു ശപിക്കപ്പെട്ട പട്ടണം എന്നുള്ള നിലയിലാണ്. And look at the third and the most miserable condition of this man called Manoah. മനോഹയുടെ ജീവിതത്തിലെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് നോക്കുക. He was not fruitful. അവൻ ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു They വ്യക്തിയായിരുന്നില്ല. did not have children. അവന് മക്കളില്ലായിരുന്നു. Probably they were married for many years, but they are living without fruit in their life. അതെ, അവര് വർഷങ്ങളായി കുടുംബജീവിതം നയിക്കുന്നു എങ്കിലും അവന്റെ ജീവിതത്തിൽ അവനൊരു സന്തതിയില്ലായിരുന്നു. Oh, when he would see the other children running around, his heart would ache, his heart would cry, God, why I do not have children in my life? ഒരുപക്ഷെ അവന്റെ ചുറ്റും മറ്റു കുഞ്ഞുങ്ങൾ കളിക്കുകയും ഓടുകയും ചെയ്യുന്നത് കാണുമ്പോൾ അവന്റെ ജീവിതത്തിൽ അവൻ ദൈവത്തോട് ചോദിച്ചിരിക്കാം, എന്തുകൊണ്ടാണ് കർത്താവേ എനിക്കൊരു കുഞ്ഞിനെ നൽകാഞ്ഞത്? Probably he would have cried like this. ഒരുപക്ഷെ അവൻ ഇങ്ങനെ നിലവിളിച്ച് Lord, കരഞ്ഞിരിക്കാം, it's okay that I am under slavery. I can bear this pain of bondage. യഹോവയാം ദൈവമേ, ഞാൻ ഈ പീഡനത്തിലായിരിക്കുന്നു, ഈ അടിമത്തത്തിലായിരിക്കുന്നു, ഞാൻ അത് സഹിച്ചുകൊള്ളാം. Lord, I'm living in a town of curse, but that is okay. I will take that without any murmuring or without any complaint. ഞാൻ സോരാമിലായിരിക്കുന്നു, അതും ഞാൻ സഹിച്ചുകൊള്ളാം, യാതൊരു പിറുപിറുപ്പും കൂടാതെ. But Lord, why we are not fruitful? എന്തുകൊണ്ടാണ് എനിക്കൊരു സന്തതി ഇല്ലാത്തത്? Lord, why I do not have a child? എന്തുകൊണ്ടാണ് എനിക്കൊരു കുഞ്ഞില്ലാത്തത്? Many times I believe Manoah and his wife would have cried out in the presence of God. ഒരുപക്ഷെ മനോഹയും ഭാര്യയും ദൈവസന്നിധിയിൽ അനേകം പ്രാവശ്യം കരഞ്ഞിട്ടുണ്ടാകാം. Many times you would have also cried out like this. ദൈവപൈതലേ, താങ്കളും അനേകം പ്രാവശ്യം ദൈവസന്നിധിയിൽ കരഞ്ഞിട്ടുണ്ടാകാം. Manoah and his wife were subject to shame and rejection by the rest of the community. മനോഹയും ഭാര്യയും ആ സമൂഹത്തിൽ ഒരുപക്ഷെ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടാകാം. People would have said, we don't want to do anything with you because you are fruitless and you are barren. ഒരുപക്ഷെ സമൂഹത്തിലുള്ള മറ്റുള്ളവർ അവരോട് പറഞ്ഞിരിക്കാൻ, നിങ്ങളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു സംബന്ധവും വേണ്ട, കാരണം നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ്. If you read Old Testament very carefully, we know the pain and the agony and the rejections the women who were barren had gone through. അതെ, വന്ധ്യയായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പഴയ നിയമ പുസ്തകത്തിൽ നോക്കിയാൽ അവരനുഭവിച്ച വേദനയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. Now look at the condition of Manoah and his wife. നാം ഇവിടെ മനോഹയെയും അവന്റെ ഭാര്യയെയും ഒന്ന് നോക്കുക. They were living in bondage. അവരിപ്പോൾ അടിമത്തത്തിലാണ്. They are living in a cursed place. അവരിപ്പോൾ ശപിക്കപ്പെട്ട സ്ഥലത്താണ്. And they are without any fruit in their life. അവരുടെ ജീവിതത്തിൽ ഒരു സന്തതിയില്ലാതെ അവർ ഭാരപ്പെടുകയാണ്. There can be nothing worse than this. ഇതിനേക്കാൾ മോശമായിട്ടുള്ളത് ഒന്നും ഇനി അവർക്ക് No സംഭവിക്കുവാനില്ല. hope in their life. അവരുടെ ജീവിതത്തിൽ പ്രത്യാശയ്ക്ക് വകയില്ല. Nothing to look forward. മറ്റൊന്നും മുന്നോട്ട് നോക്കുവാനായിട്ട് Today അവർക്ക്. am I talking about you, my brother? അതേ സഹോദരാ, താങ്കളെ കുറിച്ചാണ് ഞാൻ Am I സംസാരിക്കുന്നത്. talking about you, my sister?
സഹോദരി, നിങ്ങളെക്കുറിച്ചാണ് ഞാൻ You സംസാരിക്കുന്നത്. might be living under some slavery for many, many years now. വർഷങ്ങളായി നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള Your അടിമത്തത്തിലായിരിക്കാം. life is full of tears and pain. നിങ്ങളുടെ ജീവിതം മുഴുവനും ദുഃഖവും കണ്ണുനീരും You നിറഞ്ഞതായിരിക്കാം. are under the bondage of financial debt. ഒരുപക്ഷെ നിങ്ങൾ കടഭാരത്തിലായിരിക്കാം. You might be having your business going down. ഒരുപക്ഷെ നിങ്ങളുടെ ബിസിനസ് തകർന്നു The പോയിക്കൊണ്ടിരിക്കുകയാണ്. family life is not good. നിങ്ങളുടെ കുടുംബജീവിതം നന്നായി പോകുന്നില്ലായിരിക്കാം. You are under some bondage of some sickness in your life. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ രോഗത്താൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടായിരിക്കും. Maybe you are living a life where you feel that you are cursed right now. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം നയിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, ഞാൻ ഒരു ശാപത്തിന് കീഴിലാണ്. Maybe you are under some kind of curse right now. ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ശാപത്തിന് കീഴിലായിരിക്കാം. Or like Manoha's wife, you might be a barren person right now. ഒരുപക്ഷെ മനോഹയുടെ ഭാര്യയെ പോലെ നിങ്ങൾ ഒരു വന്ധ്യയായ സ്ത്രീ No ആയിരിക്കാം. fruits in your life whatsoever. നിങ്ങൾ വർഷങ്ങളായി നോക്കിയിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തതിയെ കാണുന്നില്ല. No fruits in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു You ഫലമില്ലായിരിക്കും. have worked hard in your business, but you don't see your business prospering. നിങ്ങൾ നന്നായി ബിസിനസ് ചെയ്യുന്നു, എന്നാൽ നിങ്ങളുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെടുന്നില്ല. You are trying everything medically to get your healing, but you are not seeing healing in your body. നിങ്ങൾ ശാരീരികമായി സൗഖ്യം പ്രാപിക്കുവാനായി പലതും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രോഗസൗഖ്യം ലഭിക്കുന്നില്ല. Your children are working hard, but they're not able to make success in their life. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്, എന്നാൽ അവർക്ക് യാതൊരു തരത്തിലുള്ള വിജയവും പ്രാപിക്കുവാൻ കഴിയുന്നില്ല. Marriages are not happening. അവരുടെ വിവാഹം നടക്കുന്നില്ല. I don't know what kind of barrenness you are in today. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് തരത്തിലുള്ള അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്ന് You have been എനിക്കറിയില്ല. working hard, but you don't see any fruit. നിങ്ങൾ നന്നായി അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഫലവും കാണുവാൻ കഴിയുന്നില്ല. Listen to me very carefully. എന്റെ വാക്കുകളെ ശ്രദ്ധിച്ചാൽ This message is for you. അതെ, ഈ സന്ദേശം നിങ്ങൾക്കുള്ളതാണ്. This message will turn your barrenness into fruitfulness. അതെ, നിങ്ങളുടെ വന്ധ്യമായ അവസ്ഥകൾ ഇന്ന് നിങ്ങൾക്ക് ഫലമുള്ളതാക്കി For തീർക്കുന്ന many സന്ദേശമാണ്. years you have been working hard, നിങ്ങൾ വർഷങ്ങളായി നന്നായി അധ്വാനിക്കുന്നുണ്ട്, but still you stand with a question mark. നിങ്ങൾ എന്നാൽ ഇന്ന് ഒരു ചോദ്യചിഹ്നമായി Lord, നിൽക്കുകയാണ്. I see people all around me being fruitful and success, but here I am, Lord, I do not have anything to cheer about in my life. അത് നിങ്ങളുടെ ചുറ്റുപാട് നോക്കുമ്പോൾ എല്ലാവരും ഫലമുള്ളവരായി നിറഞ്ഞവരായി നിൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം മാത്രം ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. You are crying like Manoha. നിങ്ങൾ മനോഹയെ പോലെ നിങ്ങൾ You are കരയുന്നുണ്ടായിരിക്കും. looking at Manoha was looking at the children in his neighborhood and children who were playing around, and he might be saying to himself, Lord, why we are not fruitful? മനോഹ ഒരുപക്ഷെ തനിക്ക് ചുറ്റും കാണുന്ന കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ടായിരിക്കാം, എന്തുകൊണ്ടാണ് യഹോവേ ഞങ്ങൾക്ക് മാത്രം സന്തതിയില്ലാത്തത്? Do you remember the story of Peter in Luke chapter 5? ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൽ പത്രോസിനെ കുറിച്ച് നാം കാണുന്നത് He നിങ്ങൾക്കറിയാമല്ലോ. worked the whole night. അവൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു. He probably threw the nets many times in the night. പല പ്രാവശ്യം രാത്രിയിൽ അവൻ വലയെറിഞ്ഞിട്ടുണ്ടാകും. Every time when he pulled the net, he pulled with a hope. ഓരോ പ്രാവശ്യവും അവൻ വല പിടിച്ചെടുക്കുമ്പോൾ അവൻ വലിയ പ്രതീക്ഷയോടെ ആയിരിക്കാം, Oh, this time I have caught some fish. ഈ പ്രാവശ്യം എനിക്ക് ചില മീനുകളെ കിട്ടും. But every time when he pulled the net up, എന്നാൽ ഓരോ പ്രാവശ്യവും വല വലിച്ചു കയറ്റുമ്പോൾ there was nothing other than hopeless situation. പ്രതീക്ഷയ്ക്ക് വിരോധമായിട്ടുള്ള സംഭവങ്ങളല്ലാതെ ഒന്നും അവന് ഉണ്ടായില്ല. Oh, Peter would have been frustrated. ഒരുപക്ഷെ പത്രോസ് വളരെയധികം He പരിഭ്രമിച്ചിരിക്കും. did not know what to do now. ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. He is in a bad situation. ഇപ്പോൾ അവൻ ഒരു മോശമായ അവസ്ഥയിലാണ്. Probably he threw the net once again. ഒരു പ്രാവശ്യം കൂടെ അവൻ വലയെറിഞ്ഞിട്ടുണ്ട്. He's pulling it with lot of expectations. വലിയ പ്രതീക്ഷയോടെ ആയിരിക്കും അവൻ വല വലിച്ചു കയറ്റിയത്. But the result is zero. എന്നാൽ അതിന്റെ ഫലം ശൂന്യമായിരുന്നു. The whole night he had been fighting against the winds and the waves, standing in that small boat, throwing the net with hard labor. But every time when he pulls, the result is zero. രാത്രി മുഴുവനും അവൻ കാറ്റിനോടും തിരമാലയോടും മല്ലടിച്ചുകൊണ്ട് അവൻ ഓരോ പ്രാവശ്യവും പ്രതീക്ഷയോടെ വലയെറിഞ്ഞിട്ടും അവൻ വലിച്ചു കയറ്റിയപ്പോൾ അതിലൊക്കെയും ശൂന്യമായിരുന്നു. The dawn arises. അതെ, ഇപ്പോൾ പ്രഭാതമായിരിക്കുന്നു. And he doesn't have anything, no fruits at all. അവന്റെ പക്കൽ യാതൊരു തരത്തിലുള്ള അവന്റെ പടകിൽ ഒന്നുമില്ല. Finally he goes to the shore as a zero, as a failure. ഒരു പരാജിതനായി ശൂന്യമായ അവസ്ഥയിൽ അവൻ കരയിലേക്ക് നടക്കുകയാണ്. Maybe he's asking the question, I have worked
the whole night, but here I stand as a failure without any fruit in my life. അതെ, ഒരു പക്ഷെ അവന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം തോന്നിയിരിക്കാം, രാത്രി മുഴുവൻ ഞാൻ നന്നായിട്ട് അധ്വാനിച്ചു, പക്ഷെ ഞാൻ ഇപ്പോൾ ഇതാ ഒരു പരാജിതനായി ഇതാ കരയിലേക്ക് Am പോകും. I talking about you right ഒരു now? പക്ഷേ ഞാൻ നിങ്ങളോടാണ് Is സംസാരിക്കുന്നത്. it your story, my brother? അതേ സഹോദര, ഇത് താങ്കളുടെ You കഥയായിരിക്കാം. might be like Manohar right now. ഇപ്പോൾ നിങ്ങൾ ഒരു മനോഹയെ പോലെ You ആയിരിക്കാം. might be like Peter right now. അതെ, പത്രോസിനെ പോലെ ആയിരിക്കാം താങ്കൾ. Work the whole life, but you stand as a failure today. ഇന്ന് ജീവിതത്തിന്റെ അവസ്ഥയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ഒരു പരാജിതനായിരിക്കാം. But here is a good news for you. എന്നാൽ നിങ്ങൾക്കൊരു നല്ല Listen സന്ദേശമുണ്ട്. to me very carefully. എന്റെ വാക്കുകളെ ശ്രദ്ധിച്ചാൽ And the Bible says like this. വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, Chapter 13 verse 3. 13-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. And the angel of the Lord appeared to the woman. ആ സ്ത്രീക്ക് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി. The angel of the Lord came to this woman. ദൈവത്തിന്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷനായി. I'm excited right now. ഞാനിപ്പോൾ വളരെ ഉത്സാഹിതനാണ്. Years of bondage, വർഷങ്ങളായിട്ടുള്ള അടിമത്തം, years of curse, വർഷങ്ങളായിട്ടുള്ള ശാപം, years of failure and barrenness. വർഷങ്ങളായിട്ടുള്ള വന്ധ്യത, പരാജയം. But here the angel of the Lord appears to her. എന്നാൽ ഇപ്പോൾ യഹോവയുടെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷനായിരിക്കുന്നു. Why did the angel appear to this lady? എന്തുകൊണ്ടാണ് ഈ സ്ത്രീക്ക് യഹോവ The Bible പ്രത്യക്ഷ? does not say, but I am very sure. വേദപുസ്തകം അതിനെക്കുറിച്ച് കൃത്യമായി പറയുന്നില്ല, പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്. I strongly believe Manoah and his wife would have spent quality time in the presence of living God. അതേ, മനോഹയും ഭാര്യയും നല്ല സമയം ദൈവത്തിനു വേണ്ടി കൊടുത്തുകൊണ്ട് അവർ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു. Even in midst of their slavery, അവരുടെ അടിമത്തത്തിന്റെ നടുവിലും, even in midst of their life which was full of curse, അവരെ ശാപം നിറഞ്ഞ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടും, even in the midst of barrenness and unfruitfulness, അവരുടെ ജീവിതത്തിൽ യാതൊരു ഫലവും ഇല്ലാതിരുന്നപ്പോഴും they went into the presence of God. അവർ ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു ചെന്നു. They called out to the God of their forefathers. അവരുടെ പൂർവ്വപിതാക്കന്മാരുടെ ദൈവത്തെ അവർ വിളിച്ചു. They called out to the God of Abraham, Isaac and Jacob. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവത്തെ അവർ വിളിച്ചു. Probably they would have called out to God and said, God, if you could do it for Abraham, do it for us. അതെ, അവർ ഒരുപക്ഷെ പറഞ്ഞിരിക്കും, അബ്രഹാമിന് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിലും പ്രവർത്തിക്കണം. If you could do it for Isaac, do it for us. അതെ, ഇസഹാക്കിന് വേണ്ടി അവിടുന്ന് പ്രവർത്തിച്ചെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. If you could raise Joseph from the pit to the second most powerful place or position in the kingdom of Egypt, Lord, you can do it for us. അതെ, ജോസഫിനെ പൊട്ടക്കിണറ്റിൽ നിന്ന് ഉയർത്തി അവനെ രാജ്യത്തെ രണ്ടാമനായി ഉയർത്തിയെങ്കിൽ യഹോവയാം ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണം. Even in midst of their adverse situation, they remembered their Lord God. അവര് ഇത്രയും മോശമായ സാഹചര്യത്തിലും അവര് ദൈവത്തെ ഓർത്തു. I don't think Manoah and his wife were complaining about their situations. അവരുടെ സാഹചര്യത്തെ കുറിച്ച് മനോഹയും ഭാര്യയും അവർ കുറ്റം പറഞ്ഞു എന്ന് ഞാൻ But കരുതുന്നില്ല. they were going into the presence of God regularly and asking for God to bring a breakthrough in their life. അവർ ദൈവ സാന്നിധ്യത്തിലേക്ക്, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നിരന്തരമായി പോവുകയും പ്രാർത്ഥിക്കുകയും Today ചെയ്യും. you might be in a condition like Manoah and his wife. ഒരുപക്ഷെ നിങ്ങളും ഇപ്പോൾ മനോഹയെ പോലെ, മനോഹയുടെ ഭാര്യയെ പോലെയുള്ള സാഹചര്യത്തിലായിരിക്കാം. But let us learn from Manoah and his wife. എന്നാൽ നമുക്ക് മനോഹയിൽ നിന്നും മനോഹയുടെ ഭാര്യയിൽ നിന്നും Let us പഠിക്കാം. come into the presence of God. അത് നമുക്ക് ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു വരാം. Let us overlook the problems and the challenges and the cures of our life. നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നമുക്ക് നോക്കാം. Let us ignore it. അതിനെ വിട്ടുകളയുക. But let us come into the presence of നാം God. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലുക. If God could send a message of good news to Manoah's wife, I want to tell you that same God will send a message of good news, message of breakthrough into your life today. അതേ, ഒരു നല്ല വാർത്തയുമായി ദൈവത്തിന്റെ ദൂതനെ യഹോവയാം ദൈവം മനോഹയുടെയും ഭാര്യയുടെയും അടുത്തേക്ക് ദൈവം അയച്ചുവെങ്കിൽ ഇന്ന് ഭാരപ്പെട്ടിരിക്കുന്ന ദൈവ പൈതലെ നിങ്ങളുടെ ജീവിതത്തിലേക്കും ആ ദൈവം ദൈവത്തിന്റെ ദൂതുമായി ദൈവത്തിന്റെ ദൂതനെ അയക്കുവാൻ ശക്തനാണ്. I can say it with full confidence. The angel just did not come like that, but God sent that angel because there was a couple who was praying to God. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ ദൂതൻ വെറുതെ ചെന്നതല്ല. ദൈവത്തിന്റെ ദൂതനെ അയക്കുവാൻ കാരണം ആ മനോഹയും ഭാര്യയും വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരുന്നു
ആയിരുന്നത് കൊണ്ടാണ്. The prayers of this couple made the heaven to open and force God to send a message for them. ഈ ദമ്പതികളുടെ പ്രാർത്ഥന സ്വർഗം തുറക്കുവാൻ കാരണമായി, അവർക്ക് വേണ്ടി ഒരു മറുപടിയുമായി ദൈവത്തിന് ദൂതനെ അയക്കുവാനും കാരണമായി. Today if you will pray, ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുക. today if you will ignore your situation and pray, അതെ, ഇന്ന് നിങ്ങൾ നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റിക്കളഞ്ഞ് പ്രാർത്ഥിക്കുക. if you will trust God, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ, don't look at the winds and the waves and the problems of your life. അതെ, നിങ്ങളുടെ ജീവിതത്തിന്റെ തിരമാലകളെയും പ്രതിസന്ധികളെയും നിങ്ങൾ നോക്കരുത്. Come on, pray to God ദൈവത്തോട് പ്രാർത്ഥിക്കുക. like Manoah and his wife. അതെ, മനോഹയും ഭാര്യയും പോലെ. And you know what happened? അവരുടെ ജീവിതത്തിൽ എന്ത് You സംഭവിച്ചു? know what will happen into your life? അതെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും? God of heavens will send an angel for you അതെ, ദൈവത്തിന്റെ ദൂതൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. with a message of breakthrough. അതെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലിന്റെ വാർത്തയുമായി God ദൈവത്തിന്റെ is ദൂതൻ ready to send a good news into your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല വാർത്ത അയക്കുവാൻ ദൈവം God ശക്തനാണ്. is able to change things in your life. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ദൈവത്തിന് കഴിയും. Patros was frustrated. Peter was frustrated. പത്രോസ് വളരെയധികം വ്യാകുല He ചിത്തനായി. was zero. അവൻ ഒരു ശൂന്യ അവസ്ഥയിലായി. He was washing his nets as a failure. അവനൊരു പരാജിതനെ പോലെ അവന്റെ വല But കഴുകുകയായിരുന്നു. when Jesus came in, എന്നാൽ യേശു കർത്താവിലേക്ക് വന്നപ്പോൾ things changed in his life. അവന്റെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ മാറി. Today in your family, ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ, today in your life, നിങ്ങളുടെ ജീവിതത്തിൽ if Jesus will walk in, യേശു കർത്താവ് നടന്നെടുക്കുന്നുവെങ്കിൽ, I want to tell you things will change forever. അത് നിങ്ങളുടെ ജീവിതത്തെ ആകപ്പാടെ മാറ്റിമറിക്കുവാൻ ദൈവത്തിന് കഴിയും. God changed the life of Manoah and his wife. അതേ, ദൈവം മനോഹയുടെയും അവന്റെ ഭാര്യയുടെയും ജീവിതത്തെ മാറ്റിമറിച്ചു. The bondage was to go now. ഇപ്പോൾ ഇത് അടിമത്തം മാറിപ്പോകുവാനായി പോകുന്നു. The curses are going to break now. അതേ, ശാപങ്ങൾ ഇതാ മാറിപ്പോകുന്നു. And they are going to become fruitful now. അവരിപ്പോൾ ഫലമുള്ളതായി തീരുന്നു. That is what we want for us. അതാണ് നമുക്കും ആവശ്യമായിരിക്കുന്നത്. Today I'm going to pray for you. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി Right പ്രാർത്ഥിക്കുവാൻ now I'm going to pray for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കും. Would you believe നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ that കഴിയും, every slavery, ഏത് അടിമത്തവും, every curse, എല്ലാ ശാപങ്ങളും, every barrenness, എല്ലാ വന്ധ്യമായ it അവസ്ഥകളും is going to be broken in the name of Jesus Christ right now. ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ അത് മാറപ്പെടും. All you have to do is believe. അത് നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യുക, On the ദൈവത്തിൽ cross of വിശ്വസിക്കുക. Calvary, അതെ, കാൽവരി ക്രൂശിൽ 2000 years ago, 2000 വർഷങ്ങൾക്ക് മുൻപ് Jesus paid the price to break every curse, every slavery, every barrenness from our life. അതെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ ശാപങ്ങളും, എല്ലാ കെട്ടുപാടുകളും, എല്ലാ വന്ധ്യമായ അവസ്ഥകളും മാറിപ്പോകുവാനായി യേശു കർത്താവ് വില കൊടുത്തതാണ്. Would you close your eyes right now? നിങ്ങൾക്ക് അത് കണ്ണുകൾ അടയ്ക്കാമോ? Would you pray to God right now? നിങ്ങൾക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാമോ? Jesus who worked in the life of Manoah and his wife, മനോഹയുടെയും ഭാര്യയുടെയും ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചു. go work in my life too, Lord. ആ ദൈവമേ എന്റെ ജീവിതത്തിലും പ്രവർത്തിക്കണം. Break every chain. എല്ലാ ബന്ധനങ്ങളും മാറട്ടെ. In Jesus' name, break every chain. എല്ലാ ബന്ധനങ്ങളും യേശുവിൻ നാമത്തിൽ Let മാറട്ടെ. every curse be loosened right now in the name of Jesus. എല്ലാ ശാപങ്ങളും യേശുവിൻ നാമത്തിൽ Let മാറിപ്പോകട്ടെ. every barrenness be broken in the name of Jesus. എല്ലാ വന്ധ്യമായ അവസ്ഥകളും യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. Father, in the name of Jesus, പിതാവേ, യേശുക്രിസ്തുവിൻ I നാമത്തിൽ pray for my brothers and sisters എന്റെ right now. സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. I see the power of the Holy Spirit right now. പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തിയെ ഞാൻ Lord, I കാണുന്നു. pray no matter what bondage, no matter what curse or what barrenness they are in, but right now in the name of Jesus, let every chain be broken, let every shut door be opened, and let them see the miracles of God right now. ഏത് തരത്തിലുള്ള ശാപങ്ങളാണോ, ഏത് തരത്തിലുള്ള അടിമത്തത്തിലാണോ അവർ, എന്നാൽ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് അതൊക്കെ മാറി അവർ സ്വാതന്ത്ര്യത്തിലേക്ക് വരുമാറാകട്ടെ. Let heavens be open for them. അതെ, അവർക്ക് വേണ്ടി സ്വർഗം തുറക്കുമാറാകട്ടെ. Let them experience victories like never before. അവർ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള വിജയങ്ങൾ പ്രാപിക്കട്ടെ. In the name of Father, Son, and the Holy Spirit, let my people be blessed. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈ പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. Amen. ആമേൻ. God bless you. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. Walk a walk of righteousness, നാം നീതിയോടെ നടക്കുക. and you will see God doing awesome things in your life. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായിട്ടുള്ള അസാധാരണമായ ദൈവപ്രവർത്തികൾ ചെയ്യും. We love you ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. and we pray for you regularly. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുന്നു. Thank you for your prayers and your support for Indian Evangelical Team. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിനോട് കാണിക്കുന്ന സഹകരണത്തിനും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുമായി നന്ദി പറയുന്നു. God bless you.